എൻ്റെ ഒ പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു. ഒരു 1 month ബാക്കാണ് വന്നത്. നെക്ക് പെയിൻ ആയിട്ടാണ് വന്നത്. ആ കൺസൾട്ടേഷനിടയിൽ ഞാൻ ചോദിച്ചു, ഈ കൂടുതലായിട്ട് കുനിഞ്ഞ് വർക്ക് ചെയ്യുമ്പം നെക്ക് പെയിനും ബാക്ക് പെയിനും കൂടാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു യെസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇടുന്ന അണ്ടർ ഗാർമെന്റ്സ് ബ്രാസ് സ്ട്രാപ്പിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഇംപ്രിന്റ് വരുന്നുണ്ടോ, അവിടെ അല്ലാതെ ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ദേ ഷോഡ് മീ ദാറ്റ് അവിടെ എപ്പോഴും ഇങ്ങനെ മുറിവുണ്ടാവുകയും അവിടെ അവരൊരു ചെറിയ ടിഷ്യൂ പേപ്പർ മടക്കിയും വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് മാസീവ് ബ്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണമാണ് നെക്ക് പെയിനും ബാക്ക് പെയിനും മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് ചോദിച്ചു, സാർ ഇതിനെന്താണ് പ്രതിവിധി ചെയ്യാൻ പറ്റുക, ഞാൻ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കുറയുമോ? പക്ഷേ ചിലർക്ക് ആ വെയിറ്റ് കുറഞ്ഞാലും ഒരു ലിമിറ്റ് വരെ അത് കുറയത്തുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റി, അല്ലെ ബ്രസ്റ്റ് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ബ്രസ്റ്റ് സൈസ് കൂടുന്നതിന് പല മിത്തുകളും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ റീസൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ടുള്ള ഇതൊക്കെയാണ് ബ്രസ്റ്റ് സൈസ് കൂടുന്നതിന്. പിന്നെ പ്യൂബർട്ടിയുടെ സമയത്ത് ഹോർമോണൽ സർജ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബ്രസ്റ്റ് സൈസ് കൂടും. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് പ്രസവാനന്തരം കുട്ടിയെ മുല കൂട്ടുന്ന സമയത്തൊക്കെ ആ ബ്രസ്റ്റ് സൈസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. വെയിറ്റ് ഗെയിൻ കൂടുമ്പം ബ്രസ്റ്റ് സൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ കാരണങ്ങൾ ഈ ബ്രസ്റ്റ് സൈസ് കൂടാൻ വേണ്ടിയിട്ട്. പക്ഷേ ബ്രസ്റ്റ് സൈസ് കൂടിയതിന് ശേഷം അത് കുറയ്ക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ ഓരോരോ സിംറ്റംസ് ഉണ്ടാവുന്നതിനുള്ള കാര്യം. അപ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, അവർക്ക് ഇമോഷണലി കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടാകും. കാരണം ഇവർക്ക് ഒരു അത്ലറ്റിക് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ബാക്ക് പെയിൻ ഒക്കെ കാരണം അവർക്ക് കൂടുതൽ അത്ലറ്റിക്സിലോട്ട് പോകാനും പറ്റത്തില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പുകൾ ധരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ബ്രാ സൈസ് കൂടുതൽ കാരണം അവർക്ക് അണ്ടർ ഗാർമെന്റ്സ് വാങ്ങാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള പല ഇഷ്യൂസ് കാരണമായിരിക്കാം നമ്മുടെ അടുത്ത് പലരും വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് മയക്കിയിട്ടാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ പ്രൊസീജിയർ നമ്മളൊരു 2 days പേഷ്യൻറ്റിനെ ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള അകത്ത് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്യുന്ന ഡ്രെയിനിങ് ട്യൂബ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടത്തുന്നത്. 2 days കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ചെറിയ വർക്കുകളായിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹെവി എക്സസൈസസ് ഒക്കെ ആഫ്റ്റർ ഹീലിംഗ് ഒരു 3-4 weeks കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളൂ. പലർക്കും ഉള്ള ചോദ്യമായിരിക്കാം, അവർ നിപ്പിൾ എടുത്ത് കളയുമോ എന്നുള്ളത്. ഭയങ്കര വലിയ ബ്രസ്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അതൊരു ഗ്രാഫ്റ്റ് പോലെ എടുത്ത് വെക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിപ്പിൾ ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് അതിൻ്റെ ഒരു ബ്രസ്റ്റ് ലിഫ്റ്റും കൂടെ, അതായത് ബ്രസ്റ്റിനൊരു ടൈറ്റ്നെസ്സും കൂടെ കൊടുത്തിട്ടായിരിക്കും നമ്മളിത് ക്ലോസ് ചെയ്യുക. ചില യങ് ആയിട്ടുള്ള പേഷ്യൻസ് വരും നമ്മുടെ അടുത്ത്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിട്ടുള്ളവർ. മാരേജ് കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന് പറ്റുമോ എന്നുള്ളതാണ് അടുത്ത സംശയം. ബ്രസ്റ്റ് ഫീഡിങ് പറ്റും, എന്നാൽ ഒരു ലിമിറ്റ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി റിമൂവിങ് ബ്രസ്റ്റ് ടിഷ്യൂ. നമ്മൾ ആ ബ്രസ്റ്റ് ടിഷ്യൂ റിമൂവ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ ഗ്ലാൻഡും കൂടെ പോകാറുണ്ട്. പക്ഷേ അത് ഫുൾ ഗ്ലാൻഡ് അല്ല നമ്മൾ എടുത്ത് കളയുന്നത്. സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേറൊരു പേടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബ്രസ്റ്റിൽ ഭയങ്കരമായിട്ട് സ്കാർ കാണുമെന്നുള്ളൊരു പേടിയാണ്. പക്ഷേ അങ്ങനെ ഇത് സ്കാർ നമ്മൾ കാണുന്നത് ആക്ച്വലി ആ നിപ്പിളിന് അറൗണ്ടായിട്ടാണ് സ്കാർ കാണുന്നത്. പിന്നെ ഒരു ചെറിയൊരു ലൈൻ താഴേക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കാണും. പക്ഷേ അതൊക്കെ ഏറ്റവും ഫൈനായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നതും. കാലക്രമേണ അത് ഫെയ്ഡായി പോവുകയും ചെയ്യും. അത് സർജിക്കലായിട്ടുള്ള മാർക്കിംഗ് അത്രയും കാണാത്ത രീതിയിലായിരിക്കും ഇത് കാണുക. ഇപ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സർജറിയും പോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സർജൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മാനേജ് പ്രോപ്പർലി. ടെക്നിക്കലി ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡ് ഉള്ള സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.